എത്ര സുന്ദരമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം നോക്കൂ. വരൂ, നമുക്ക് ആദിയിലേക്ക് മടങ്ങിപ്പോകാം. എന്നിട്ട് ഇതെല്ലാം എങ്ങനെ ആരംഭിച്ചു എന്നതിനെ പറ്റി ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ദൈവം ഇരുട്ടിന് മുകളിലൂടെ നീങ്ങി. എന്നിട്ട് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ദൈവം വെളിച്ചത്തിനെ പകലെന്നും ഇരുട്ടിനെ രാത്രിയെന്നും വിളിച്ചു. ഒന്നാം ദിവസത്തെ സൃഷ്ടി പൂർത്തിയായി. മുകളിലുള്ള വെള്ളത്തിനെ താഴെ ഭൂമിയിലുള്ള വെള്ളത്തിൽ നിന്നും രണ്ടാക്കാൻ ദൈവം അവയുടെ ഇടയിൽ ഒരു സ്ഥലമുണ്ടാക്കി. ആ സ്ഥലത്തിനെ ദൈവം ആകാശമെന്ന് വിളിച്ചു. രണ്ടാം ദൈവം മുഴുവൻ വെള്ളത്തിനെയും ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഉണങ്ങിയ മണ്ണ് കാണാൻ കഴിയും. അതിനെ മഴയെന്നും വെള്ളത്തിനെ കടലെന്നും ദൈവം വിളിച്ചു. അത് കഴിഞ്ഞ് ദൈവം പുൽച്ചെടികളെയും വിത്തുകളെയും മരങ്ങളെയും അങ്ങനെ മൂന്നാം ദിവസത്തെ സൃഷ്ടിയും. അതിനുശേഷം ദൈവം ആകാശത്തിൽ വെളിച്ചങ്ങളെ ഉണ്ടാക്കി. പകലിനു വേണ്ടി സൂര്യനെയും രാത്രിക്ക് വേണ്ടി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൈവം ഉണ്ടാക്കി. നാലാം ദിവസത്തെ സൃഷ്ടി പൂർത്തിയായി. വെള്ളത്തിൽ നീന്താനായി മീനിനെയും ആകാശത്ത് പറക്കാനായി കിളികളെയും ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. നിങ്ങൾ നീന്തി തുടിച്ചും പാട്ടുപാടിയും ലോകം മുഴുവൻ സന്തോഷമാക്കും. അഞ്ചാം ദിവസത്തെ സൃഷ്ടി പൂർത്തിയായി. അടുത്തതായി ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചു. ദൈവം വളർത്തു മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും കൂടാതെ മണ്ണിലിഴയുന്ന ജന്തുക്കളെയും ദൈവം പറഞ്ഞു, ഇനി ഒന്നുകൂടിയേ ഉള്ളൂ സൃഷ്ടിക്കാൻ. എല്ലാത്തിനേക്കാൾ പ്രത്യേകതയുള്ള ഒരു കാര്യം. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും. ദൈവം തുടർന്നു, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക. മീനുകൾ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളെയും ദൈവം നോക്കി. വളരെ നല്ലതായിരിക്കുന്നു ദൈവം. അങ്ങനെ ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു. എന്നിട്ട് അതിനെ ഒരു പ്രത്യേക ദിവസമാക്കി മാറ്റി. ഏഴാം ദിവസം